വ്യാപാരം ബായിമാർ ഏറ്റെടുത്തു. വിലയിലും ഇടിവ്. വീട് തോറും എത്തി ചക്ക വാങ്ങിയിരുന്ന മലയാളി കച്ചവടക്കാരുടെ സ്ഥാനത്ത് ഇപ്പോൾ ഉത്തരേന്ത്യൻ മരക്കയറ്റ തൊഴിലാളികളാണ് വ്യാപാരികളെ എത്തുന്നത്. വിപണിയിലെ പ്രശ്നങ്ങൾ ചൂണ്ടിക്കാട്ടി 20 രൂപ മാത്രമാണ് ചക്ക ഒന്നിന് ഉടമസ്ഥർക്ക് നൽകുന്നത്. സംസ്ഥാനത്ത് ഏറെ പ്രതീക്ഷ നൽകിയ പ്ലാവ് കൃഷിക്ക് അത്ര ശുഭകരമല്ലാത്ത വാർത്തകളാണ് ഇപ്പോൾ പുറത്തുവരുന്നത്. മായമില്ലാത്തതും ഏത് രോഗിക്കും ഉപയോഗിക്കാൻ കഴിയുന്നതും നിരവധി മൂല്യവർദ്ധിത ഉൽപ്പന്നങ്ങൾ ഉൽപ്പാദിപ്പിക്കാൻ കഴിയുന്നതുമായ ചക്കയ്ക്ക് ഈ വർഷം വലിയ വിലയിടിവാണ് ഉണ്ടായിട്ടുള്ളത്. സീസണിലേക്ക് എത്തുന്നതിന് മുൻപ് തന്നെ 20 രൂപ മാത്രമാണ് കൃഷിക്കാർക്ക് ലഭിക്കുന്നത്. ഉത്തരേന്ത്യയിലെ ചില ബിസ്ക്കറ്റ് കമ്പനികളിൽ തൊഴിലാളി പണിമുടക്ക് മൂലം ഉൽപ്പന്നത്തിന് ആവശ്യമില്ലാതെ വന്നതാണ് പ്രതിസന്ധിക്ക് കാരണമെന്ന് വ്യാപാരികൾ പറയുന്നുണ്ട്. ഈ വർഷമാകട്ടെ കാലാവസ്ഥാ വ്യതിയാനം മൂലം ഉൽപ്പാദനത്തിനും വലിയ ഇടിവാണ് ഉണ്ടായിട്ടുള്ളത്. മുൻ വർഷങ്ങളിൽ നിന്ന് വ്യത്യസ്തമായി മലയാളി വ്യാപാരികളെ തള്ളിമാറ്റി ഈ രംഗം ഉത്തരേന്ത്യൻ മരം കയറ്റ തൊഴിലാളികൾ സ്വന്തമാക്കിയിട്ടുണ്ട്. മുൻ വർഷങ്ങളിൽ മലയാളി വ്യാപാരികൾക്കൊപ്പം പ്ലാവിൽ കയറാൻ വന്നവരാണ് ഈ വർഷം വ്യാപാരികളായി എത്തിയിട്ടുള്ളത്. കച്ചവട സാധ്യത കൃത്യമായി പഠിച്ച മുൻ തൊഴിലാളികൾ തന്നെ വ്യാപാരം നേരിട്ട് ഏറ്റെടുക്കുകയായിരുന്നു. വിലയിടിവിന് ഇതുമായി ബന്ധമുണ്ടോ എന്ന കാര്യം വ്യക്തമല്ല. ഇടിഞ്ചക്ക വാങ്ങുമ്പോൾ തനി പച്ച നിറത്തിലുള്ള ചക്ക മാത്രമാണ് ഇവർ വാങ്ങാറുള്ളത്. തൊലിപ്പുറത്ത് കറുത്ത അടയാളങ്ങളുള്ള നാടൻ ചക്കകൾക്ക് പ്രിയമില്ല. ചക്കച്ചുളയ്ക്ക് ചുവപ്പും മഞ്ഞയും നിറമുള്ള ഹൈബ്രിഡ് ചക്കകളും ഇവർ വാങ്ങാറില്ല. മാർക്കറ്റിലെത്തുമ്പോൾ പഴം എന്ന പേരിൽ തള്ളപ്പെടുന്നു എന്നാണ് വ്യാപാരികൾ പറയുന്നത്. മൂല്യവർദ്ധിത ഉൽപ്പന്നങ്ങൾ നിർമ്മിക്കുന്ന യൂണിറ്റുകൾ നിരവധിയുണ്ടെങ്കിലും നിലവിലെ സാഹചര്യം കർഷകർക്ക് പ്രതികൂലമാണ്.